BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധം. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രാജിവെച്ചു. കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുന്നു. സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രാജിവെച്ചു. ഇടുക്കി, പൂഞ്ഞാർ സീറ്റുകളിലേക്കാണ് അലോഷ്യസിനെ പരിഗണിച്ചിരുന്നത്. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ പാർട്ടിയുടെ മൂല്യങ്ങൾക്കും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി അനവധി സമരങ്ങൾ നയിക്കുവാൻ തനിക്ക് അവസരം ലഭിച്ചുവെന്നും കഴിഞ്ഞ 10 വർഷങ്ങളായി സംസ്ഥാനത്ത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തെരുവുകളിൽ പോരാടിയെന്നും അലോഷ്യസ് സേവ്യർ പ്രസ്താവനയിൽ അറിയിച്ചു. പോലീസ് അതിക്രമങ്ങൾ നേരിട്ട് ജയിലുകളിൽ കിടന്നത് KSU പ്രവർത്തകരാണ്. എന്നാൽ ഈ സമരങ്ങളുടെ ആത്മാവും ത്യാഗവും പരിഗണിക്കാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KSUവിന് അർഹമായ പ്രാതിനിധ്യം നൽകാതിരുന്നതിൽ ഞാൻ അതീവ നിരാശയും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു, അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേൽ സൌത്ത് പാഴ്സ് വാതകപ്പാടം ആക്രമിച്ചത് അമേരിക്കയുടെ അറിവോടെ അല്ല, ഇനി ഇത് ആവർത്തിക്കില്ല ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേൽ ഇറാനിലെ സൌത്ത് പാഴ്സ് വാതകപ്പാടം ആക്രമിച്ചത് അമേരിക്കയുടെ അറിവോടെ ആയിരുന്നില്ലെന്നും ഇനി അത് ആവർത്തിക്കില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഖത്തറിലെ LNG പ്ലാന്റുകൾ ഇറാൻ ലക്ഷ്യം വച്ചാൽ സൌത്ത് പാഴ്സ് വാതകപ്പാടം അമേരിക്ക ചുട്ടരിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമ പോസ്റ്റിൽ ഭീഷണി മുഴക്കി. ഇറാൻ ഭരണകൂടത്തെ ഇതുവരെ തകർക്കാനായിട്ടില്ലെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാർഡ് US കോൺഗ്രസ് ഹിയറിംഗിൽ വ്യക്തമാക്കി. ആക്രമണത്തിലൂടെ നേതൃത്വത്തിന്റെയും സൈന്യത്തിന്റെയും ശക്തി ചോർത്താനായെന്നും ഹോർമൂസ് കടലിടുക്കിൽ പ്രശ്നമുണ്ടാകുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നതായും തുൾസി ഗബാർഡ് പറഞ്ഞു. രണ്ടാം ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കില്ല. രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കില്ല. അന്വേഷണ സംഘത്തിന്റെ ഹർജി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. രാഹുലിന്റെ ഫോണുകളിൽ നിന്നും അതിജീവിതകളുടെ നമ്പർ നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശം. നീക്കം ചെയ്ത് കോടതിയെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേസിലെ അതിജീവിതയെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചുവെന്ന് കാട്ടിയാണ് SIT കോടതിയിൽ എത്തിയത്. അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനം എന്ന വാദം അംഗീകരിച്ചില്ല. വന്ദനാദാസ് കൊലപാതകം പ്രതി സന്ദീപിന് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ അപൂർവമായ കേസല്ലെന്ന് പ്രതിഭാഗം ശിക്ഷാവിധി ശനിയാഴ്ച. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ പ്രതി സന്ദീപിന്റെ ശിക്ഷാവിധി 21-ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ചെയ്തത് എന്തെന്ന് അറിയില്ലെന്നായിരുന്നു പ്രതിയുടെ മറുപടി. പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുമോ എന്ന് കോടതിയോട് സന്ദീപ് ചോദിച്ചു. അമ്മയ്ക്ക് താൻ മാത്രമേ ഉള്ളൂവെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും കോടതിയോട് പ്രതി ആവശ്യപ്പെട്ടു. പ്രായശ്ചിത്തം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും പ്രതി പറഞ്ഞു. പ്രായമായ അമ്മയെ കാണാൻ അവസരം നൽകണമെന്ന് പ്രതി സന്ദീപ് ആവശ്യപ്പെട്ടു. ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ബാലിശമായ കാരണങ്ങൾ മാത്രമാണ് പ്രതിയുടേത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പശ്ചാത്താപത്തിന്റെ ഒരു കണിക പോലും പ്രതിയിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. വന്ദനയെ ക്രൂരമായി കൊലപ്പെടുത്തി. അലറി വിളിച്ച് പുറത്തേക്ക് പോയ പെൺകുട്ടിയെ പിന്തുടർന്ന് കയ്യിൽ പിടിച്ച് തന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി കുത്തി കൊലപ്പെടുത്തുകയാണ് പ്രതി ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. RJDയിൽ നടക്കുന്നത് ശീതസമരം. അംഗീകരിക്കാത്ത പാർട്ടിയിൽ തുടരാനില്ല, രാജിവെച്ച് വി സുരേന്ദ്രൻപിള്ള. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ RJD വിട്ട് മുൻ മന്ത്രി വി സുരേന്ദ്രൻപിള്ള. കൂടുതൽ RJD നേതാക്കൾ രാജിവെക്കുമെന്നും മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും വി സുരേന്ദ്രൻപിള്ള. RJDയിൽ നടക്കുന്നത് ശീതസമരമെന്നും വി സുരേന്ദ്രൻപിള്ള പറഞ്ഞു. ആവശ്യമായ സീറ്റ് ലഭിച്ചില്ല. LDF വിടാനായിരുന്നു RJD തീരുമാനം. സംസ്ഥാന സമിതി യോഗത്തിലെ ഭൂരിപക്ഷാഭിപ്രായം LDF വിടാനായിരുന്നു. RJD 3 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തങ്ങളെ അംഗീകരിക്കാതെയാണെന്നും സുരേന്ദ്രൻപിള്ള പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തിരുവനന്തപുരം സെൻട്രലിൽ ഇടതുപക്ഷത്തു നിന്നും സ്ഥാനാർത്ഥിയെ എത്തിക്കുവാൻ BJP.
തിരുവനന്തപുരം സെൻട്രലിൽ ഇടതുപക്ഷത്തു നിന്നും സ്ഥാനാർത്ഥിയെ എത്തിക്കുവാൻ BJP LDF ഘടകകക്ഷി നേതാവുമായി ചർച്ച നടത്തി. മുൻ മന്ത്രിയായ നേതാവ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായേക്കും. കേരള കോൺഗ്രസ് പശ്ചാത്തലമുള്ള LDFിലെ ഒരു നേതാവിനെയാണ് BJP തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ മത്സരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. 2 ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ് BJP. നേരത്തെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ നിന്നും ജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്ത ഇടതു നേതാവുമായി ചർച്ച തുടരുന്നതിനാലാണ് സ്ഥാനാർത്ഥിയെ നിലവിൽ പ്രഖ്യാപിക്കാതിരുന്നതെന്നാണ് വിവരം. പാർട്ടി പറയുകയാണെങ്കിൽ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് ദീപ്തി മേരി വർഗീസ്. കൊച്ചി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആരെന്നതിൽ കോൺഗ്രസിൽ സസ്പെൻസ് തുടരുന്നു. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് സീറ്റ് ഉറപ്പിച്ചെന്നാണ് വിവരം. ഇതിനിടെ ദീപ്തി മേരി വർഗീസും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അവസാന നിമിഷം വരെ പ്രതീക്ഷയെന്ന് ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. പ്രതീക്ഷ എന്ന് പറയുവാൻ ഒന്നുമില്ല. പാർട്ടി പറയുകയാണെങ്കിൽ ഇറങ്ങുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളുമായി പോകും. ഒരു പരിഭവവുമില്ല. പാർട്ടി തീരുമാനിക്കട്ടെ. UDF ജയിക്കട്ടെ എന്നത് മാത്രമാണിപ്പോൾ പറയുവാനുള്ളത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.